വൈഷ്ണവ ഭക്തർ ഭക്തിയോടെ കാത്തിരിക്കുന്ന ഒട്ടനവധി പുണ്യദിനങ്ങളുമായി വൈശാഖമാസം ഇതാ വന്നെത്തുകയായി. ഏപ്രിൽ 28-നാണ് വൈശാഖമാസ ആരംഭം. മാധവൻ ഏറ്റവും പ്രിയങ്കരമായതിനാൽ വൈശാഖമാസം മാധവമാസം എന്നും അറിയപ്പെടുന്നു. വൈശാഖ പുണ്യകാലം എന്നാണ് ഈ മാസം അറിയപ്പെടുന്നത്. വൈഷ്ണവ ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും മഹത്തരവും മഹനീയവുമാണ് പുണ്യം നിറഞ്ഞു തുളുമ്പുന്ന വൈശാഖമാസം. വിഷ്ണു ഭക്തർക്ക് സർവ്വമാസങ്ങളിലും എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കാൻ ഉത്തമ മാസമാണ് വൈശാഖമാസം. ഈ വൈശാഖമാസത്തിൽ വൈഷ്ണവ ക്ഷേത്ര ദർശനം മഹാഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്ര ദർശനം അതിപുണ്യമാണ് എന്ന് തന്നെ പറയാം. ഈ ദിവസങ്ങളിൽ ഒരിക്കലെങ്കിലും നമുക്ക് ആ തിരുനടയിൽ ചെന്ന് ഭഗവാനെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ അതിൽ പരം ഒരു പുണ്യം വേറെയില്ല. അത്ര ശ്രേഷ്ഠമാണ്. നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ച് ഗുരുവായൂരപ്പനോട് ഒന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കൈ നിറയെ അനുഗ്രഹങ്ങളും മനസ്സ് നിറയെ സന്തോഷങ്ങളും തരുന്ന പുണ്യമാസമാണ് ഈ വൈശാഖമാസം. അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ദിവസമെങ്കിലും ഈ വൈശാഖ മാസത്തിൽ ഒന്ന് പോകാൻ നിങ്ങളൊന്ന് ശ്രമിക്കണേട്ടോ. ഈ മാസം മുഴുവൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമെന്നാണ് വിശ്വാസം. വൈശാഖ മാഹാത്മ്യത്തെ പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. സർവ്വവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും, സർവ്വമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും, സർവ്വവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കൽപ്പവൃക്ഷവും, സർവ്വപക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരുഡനും, സർവ്വനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും, സർവ്വരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും, സർവ്വമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖവുമെന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നു. ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് വൈശാഖമാസം. ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും 10 മടങ്ങ് ഫലം ലഭിക്കും. ഭഗവാന്റെ നരസിംഹാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം എന്നീ 3 അവതാരങ്ങൾ നടന്നത് വൈശാഖത്തിലാണെന്നതും ഈ മാസത്തിന്റെ മഹാത്മ്യം എടുത്തു കാട്ടുന്നു. അതിൽ പരശുരാമാവതാരവും ബലരാമാവതാരവും അക്ഷയ തൃതീയ ദിനത്തിലും നരസിംഹാവതാരം വെളുത്ത ചതുർദശിക്കും നടന്നതായാണ് പുരാണങ്ങളിൽ പറയുന്നത്. വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണു ഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത്. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി നാരായണ നാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, അഷ്ടാക്ഷരി മന്ത്രം അതായത് ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി മന്ത്രം അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ, ഭാഗവത പാരായണം എന്നിവ മാധവമാസക്കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും. വൈശാഖമാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നത് സർവ്വ ഐശ്വര്യദായകമാണ്. വ്രതം ശുദ്ധിയോടെയും നിഷ്ഠയോടെയും അനുഷ്ഠിച്ചാൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയുന്നു. വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി, പൗർണമി, അക്ഷയ തൃതീയ എന്നീ 3 ദിനങ്ങളിൽ വ്രതമെടുക്കുന്നവർക്ക് മുഴുവൻ മാസവും വ്രതമെടുത്തതിന് തുല്യമായ ഫലം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. കൂടാതെ വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നുണ്ട്. ഈ നാളുകളിൽ സർവ്വ പുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും നമ്മുടെ വീടുകളിലെ കിണറുകളിലും തുടങ്ങിയ എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം. അതിനാൽ പ്രഭാത സ്നാനത്തിലൂടെ സർവ്വതീർത്ഥ സ്നാന ഫലം ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളുടെയും പേരിലുള്ള ക്ഷേത്രങ്ങളിൽ ഈ മാസത്തിൽ ദർശനം നടത്തുന്നത് അതീവ വിശേഷവും സർവ്വ അനുഗ്രഹദായകവുമാണെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഭൂലോക വൈകുണ്ഠമായ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ മാസത്തിൽ നടത്തുന്ന ദർശനം അതിവിശേഷമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ജന്മ സാഫല്യമാണ് ഓരോ ഭക്തനും ഇതിലൂടെ അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഭജഗോവിന്ദം കേൾക്കുന്ന ഗുരുവായൂർ അമ്പലത്തിൽ ഭക്തകോടികൾക്ക് ദർശനമേകാൻ കാത്തിരിക്കുകയാണ് ഭൂലോക വൈകുണ്ഠനാഥനായ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ. ശ്രീ ഗുരുവായൂരപ്പന്റെ ഇഷ്ടസഖിയെന്ന് വിശേഷിപ്പിക്കുന്ന അഷ്ടപതി സംഗീതോത്സവം കൂടിയാകുമ്പോൾ വൈശാഖമാസം തികച്ചും ആത്മനിർവൃതിയിൽ അമരും. ഓരോ ഭക്തനും വൈശാഖ പുണ്യം നുകർന്ന് ഭഗവത് ദർശനവും കഴിഞ്ഞ് ഭൂലോക വൈകുണ്ഠത്തിൽ നിന്നും ആനന്ദ കണ്ണീരോടെ വീട്ടിലേക്ക് മടങ്ങുന്നത് ഭഗവത് പ്രസാദമായ പ്രസാദഊട്ടും കഴിച്ച് പൂർണ്ണ തൃപ്തിയോടെയാവും. മഞ്ഞപ്പട്ടാട ചുറ്റി മണിവേണു കയ്യിലേന്തി മന്ദഹാസം പൊഴിയുന്ന പൊന്നുണ്ണിക്കണ്ണൻ കാത്തിരിക്കുകയാണ് തന്റെ ഓരോ ഭക്തനെയും ഈ വൈശാഖ പുണ്യദിനങ്ങളിൽ. വൈശാഖ കാലത്ത് അനേകം പുണ്യ ദിവസങ്ങളുണ്ട്. ആദ്യം തന്നെ അക്ഷയ തൃതീയ, അതത്രേ ബലരാമന്റെ ജന്മദിവസം. ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമുള്ളതിനാലാണ് അക്ഷയ തൃതീയ എന്നറിയപ്പെടുന്നത്. പരശുരാമ അവതാരവും അന്നപൂർണേശ്വരി അവതാര ദിവസവും അക്ഷയ തൃതീയ ദിവസം തന്നെയാണ്. വൈശാഖത്തിലെ ശുക്ല ചതുർദശി ദിവസമത്രേ നരസിംഹ ജയന്തി. ഈ പുണ്യമാസത്തിൽ വേറെയും വിശേഷ ദിവസങ്ങളുണ്ട് കേട്ടോ. ആദിശങ്കരന്റെ ജന്മദിനമായ ശങ്കര ജയന്തി, ദത്താത്രേയ ജയന്തി, ബുദ്ധ പൂർണിമ തുടങ്ങിയ ഒട്ടേറെ പ്രധാന ദിനങ്ങളാൽ സമ്പന്നമാണ് പുണ്യമാസമായ ഈ വൈശാഖ മാസം.
അക്ഷയ തൃതീയ, ശുക്ലപക്ഷ ദ്വാദശി, പൗർണമി എന്നീ 3 ദിനങ്ങളിൽ വ്രതമനുഷ്ഠിച്ചാൽ വൈശാഖമാസം മുഴുവൻ വ്രതമനുഷ്ഠിച്ചതിന് തുല്യമാണെന്നും പുരാണങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ മഹാവിഷ്ണുവിന്റെ പല പ്രധാന അവതാരങ്ങളും വരുന്ന ഈ വൈശാഖമാസം വിഷ്ണു പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. ഈ വൈശാഖ പുണ്യമാസത്തിന്റെ നിറവിൽ മനസ്സിൽ ആഗ്രഹിക്കുന്നതൊക്കെയും ഭഗവാൻ പ്രസാദമായി കനിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.